കൊച്ചിൻ കാർണിവലിന് സമാപനം കുറിക്കുകയാണ്. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ നിന്നും ആരംഭിച്ച കാർണിവൽ റാലി ഇതാ നമുക്ക് പിന്നിലായിട്ട് കടന്നു വരികയാണ്. എറണാകുളം MP ഹൈബി ഈഡൻ, കൊച്ചി MLA KJ മാക്സി, കൊച്ചി മേയർ അഡ്വക്കേറ്റ് MNL കുമാർ തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തികളും അണിചേർന്നുകൊണ്ടാണ് ഈ കാർണിവൽ റാലി കടന്നു വരുന്നത്. ഫ്ലോട്ടുകളും മറ്റ് അനേകം കലാപരിപാടികളും ചെണ്ടമേളങ്ങളും കാവടിയാട്ടങ്ങളും ഒക്കെ ആയിട്ട് കാർണിവലിന്റെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അടുത്ത ഓരോ നിമിഷവും ലൈഫ് കൊച്ചിയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ ജില്ലയിൽ തന്നെ കൊച്ചി സർവകലാശാലയിലും കളമശ്ശേരി സമ്പ്ര കൺവെൻഷൻ സെൻ്ററിലും നടന്ന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടിയാണ് ഈ കാർണിവലിനെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ആദ്യമായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഒരു SOP ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി വർഷങ്ങളിൽ ഈ SOP പ്രകാരമായിരിക്കും ഉദ്യോഗസ്ഥർ അത് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മേയറോട് സൂചിപ്പിച്ചൊരു കാര്യം ഈ പരിപാടികളുടെ നിലവാരത്തെക്കുറിച്ചാണ്. ഇന്നലെ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങിനുണ്ടായ പരിപാടിയുടെ നിലവാര തകർച്ച, കാർണിവലിൽ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത പ്രാവശ്യം കൂടുതൽ ചൈതന്യത്തോടുകൂടി കൂടുതൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ കാർണിവൽ ആഘോഷങ്ങൾക്ക് പൊതുവിൽ ഒരു യോജിപ്പ് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എല്ലാ ജനപ്രതിനിധികളും സഹകരിച്ചു. ഞങ്ങൾ വളരെ മുമ്പേ തന്നെ ഒരു പ്രിപ്പറേറ്ററി മീറ്റിംഗ് നടത്തി ജില്ലാ അഡ്മിനിസ്ട്രേഷനും പോലീസും എല്ലാവരും കൂടി ചേർന്ന് ഒരു വിശദമായ പ്ലാൻ തയ്യാറാക്കിയതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇനിയും പരിഹരിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം അതാണ്. അപ്പോൾ ഓരോ വർഷത്തെയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാർണിവൽ കൊച്ചിയുടെ ഒരു പരമ്പരാഗതമായ ആഘോഷമാണ്. അത് കൊച്ചിയുടെ സ്വന്തമായ ആഘോഷമാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി നന്നായി നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. Today we are part of the
Kochi Carnival, this mega event we have been eagerly awaiting. This brings a lot of livelihood to the Kochi, and the participation is phenomenal. A lot of people, almost thousands of people, I don't know, it must be around 40,000 I think, people participate, including the Cochin, Ernakulam people and also all the foreigners. So this becomes a great pride for Fort Kochi. Thank you. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ? അടിപൊളി തകർക്കാൻ വേണ്ടിയത്. അത് ഇന്നിപ്പോൾ പ്രോഗ്രാമാണ്. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓടി വന്നതാണ്. അതൊക്കെ നമ്മളെ ബ്ലഡിലുള്ള നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് വന്നത്. എന്താണ് ലൈഫ് കൊച്ചിയുടെ പ്രേക്ഷകരോട് പറയുന്നത്? എൻജോയ്. കൊച്ചി എന്ന് പറഞ്ഞാൽ എൻജോയ് പൊളിയല്ലേ. പുതുവർഷം കാണാൻ കവിളേലുമ. ഓക്കെ, വളരെ നല്ല കാർണിവലാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കാണാവുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് ആൾക്കാർ കുറവാണ്. എല്ലാ പ്രാവശ്യവും ഈ ആൾക്കാർ നല്ല കൂടുതലായിട്ട് വരട്ടെ. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നല്ല അടിപൊളി കാർണിവലാണ് ഈ പ്രാവശ്യം. ഹാപ്പി ന്യൂ ഇയർ. ഓരോ വർഷം പോകുന്തോറും ജനങ്ങളുടെ ആവേശം കൂടി വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും പറയും കാർണിവലില്ല രോഗങ്ങളാണ്, പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കാർണിവൽ അതിശക്തമായിട്ട് തന്നെ പോകുന്നു. 40 വർഷം ആയി ഈ കൊച്ചിൻ കാർണിവൽ തുടങ്ങിയിട്ട്. ഇനിയും സംഘാടകർ ഇതിനും ശക്തമായിട്ട് തന്നെ നിന്നുകൊണ്ട് പരിപാടികൾ ഭംഗിയാക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മരങ്ങൾ സംരക്ഷിക്കപ്പെടുക, ഒന്നും വെട്ടി നശിപ്പിക്കാതെ വളർത്തുക, നട്ട് വളർത്തുക, ഭാവി തലമുറക്ക് കുഞ്ഞുങ്ങൾക്ക് ശുദ്ധമായ ഓക്സിജൻ കൊടുക്കുക, അത് തന്നെയാണ് ഉദ്ദേശം. ഞങ്ങൾ കൊച്ചുകാരെല്ലാം ഫുൾ എൻജോയ് ആണ്. പിന്നെ ഇന്നത്തെ ദിവസം തകർത്താണ്. പിന്നെ എങ്ങനെയാണ് എല്ലാ വർഷവും ആഘോഷമുണ്ട്. എല്ലാ ദിവസവും ഫുൾ ഞങ്ങളുടെ ജീവനം ഉണ്ടെങ്കിൽ ഇതെങ്ങനെ തന്നെ പോകും. എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എല്ലാ പ്ലോട്ടുകളും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഓരോ വർഷത്തെ തീമിന് നമ്മുടെ എന്താണ് ഇപ്പോൾ നടക്കുന്ന കറണ്ട് ട്രെൻഡ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഫാൻസി ഡ്രസ് ആയാലും പ്ലോട്ട്സ് ആയാലും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അതിനെ കാണിക്കുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. ഇത്തരം കണ്ടില്ല. എല്ലാ വർഷത്തേക്കാളും മികച്ച തന്നെയാണ് ഈ വർഷത്തെ പ്ലോട്ട്സും എല്ലാ കാര്യങ്ങളും. 40 വർഷം നീണ്ടുനിന്ന കൊച്ചിൻ കാർണിവലിന്റെ ആഘോഷ പരിപാടികൾ അത് ഏറ്റവും മനോഹരമായി ഈ വർഷവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് കൊച്ചിയിലെ ജനങ്ങൾ എല്ലാവരും ഈ കാർണിവലിന്റെ ഏറ്റവും വലിയ തിരക്കിലായിരുന്നു, ആഘോഷങ്ങളുടെ തിരക്കിലായിരുന്നു. ധാരാളം മത്സരങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് കൊച്ചി മനോഹരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കാർണിവലിന്റെ റാലി സമാപിക്കുമ്പോൾ ഏറ്റവും നല്ല ഫ്ലോട്ടുകളും ഏറ്റവും നല്ല നിശ്ചല ദൃശ്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊണ്ട് ഇവിടെ പ്രച്ഛന്നവേഷധാരികളായിട്ടുള്ള അനേകം ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള റാലിയായിരുന്നു നടന്നത്. എല്ലാവരും കൊച്ചിയുടെ ഈ ആഘോഷം ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് മുന്നോട്ട് വരികയായിരുന്നു. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ 2024 എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റിഡ്ജൻ റബല്ലോ.